السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം. വലൈക്കും സലാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നാം ഓരോരുത്തരും മുസ്ലിം ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് നമ്മൾ ഹറാമുകളാണെന്ന് അറിയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കിക്കൊണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും അതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുമൊക്കെ നമ്മളതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതും അതെല്ലാം ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും എല്ലാം നമ്മൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിച്ചത്. വെച്ചാൽ അതാണ് വിജയം. അതല്ലാത്തതൊന്നും എന്തല്ല, യഥാർത്ഥ വിജയമല്ല. ഈ ഒരു വിജയം അതാണ് യഥാർത്ഥ വിജയമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. അതിനുവേണ്ടി അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഇങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ലക്ഷ്യം എന്നുള്ളത് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാർഗവും നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെ, ലക്ഷ്യം എന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാർഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാർഗത്തിൽ ആരാണോ പൂർണ്ണമായും പ്രവേശിക്കുന്നത് അവൻ നരകത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടും. ഒരു തരി പോലും, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ പ്രവേശിക്കാതെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. പൂർണ്ണമായും പ്രവേശിക്കുന്ന ഒരുത്തൻ. അതല്ല, അതിൽ നിന്ന് നമ്മൾക്ക് കുറച്ചേ ഉള്ളൂ, കുറച്ചൊക്കെ നമ്മൾ ആ ഒരു മാർഗത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ആ മാർഗത്തിൽ നിന്ന് തെറ്റുന്നുവോ അത്രത്തോളം നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനായിത്തീരും. അപ്പൊ നമ്മൾ ഒരാളും ആഗ്രഹിക്കുന്നില്ല കുറച്ച് സമയമെങ്കിലും നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിൽ പോകാൻ. നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ പോവാതെ നേരിട്ട് സ്വർഗത്തിൽ പോകാനാണ്. ഇങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന പോലെയാണ്. കാരണം അല്ലാഹു പറഞ്ഞതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യില്ല, ദീനിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം സംസാരിക്കൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കിയിട്ടുള്ള നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി, ഒരൊറ്റ വഴി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു തരാം. എങ്ങനെ പഠിപ്പിച്ചു തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് എങ്ങനെയാണ്? ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞു. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു ഇലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. എന്നുവെച്ചാൽ അന്ന് പിരിഞ്ഞിട്ടില്ല, അന്ന് ഒരൊറ്റ സമൂഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരൊറ്റൊരു സമൂഹമാണ്. 2 ഇല്ല, 3 ഇല്ല, കുറെ വിഭാഗങ്ങളില്ല, പാർട്ടികളില്ല, സംഘടനകളൊന്നുമില്ല. ഒരേ ഒരു വിഭാഗമാണ്, ഒരൊറ്റ സമൂഹമാണ്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, ഈ ഉമ്മത്ത്, ഈ ഒന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് 73, എന്നുവെച്ചാൽ ജൂതന്മാരെ പറ്റി എത്ര പറഞ്ഞു? 71. നസാറാക്കളെ പറ്റി 72. എന്ന് വെച്ചാൽ അവർ തമ്മിൽ വ്യത്യസ്ത കക്ഷികളായി തീർന്നതിനേക്കാൾ
വലിയ വിഭാഗീയതയും ചേരിതിരിവും ആരിലുണ്ടാവും? മുസ്ലിം ഉമ്മത്തിലുണ്ടാവും, നമ്മുടെ കൗമിലുണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അത് നമുക്ക് കാണുകയും ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുകയും ചെയ്യാം. നമ്മുടെ ചുറ്റുപാട് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ 6 ആളുണ്ടെങ്കിൽ 100 ദീനാണ്, വ്യത്യസ്ത ദീനുകളാണ്. ഒന്നൊന്നിനോട് എന്തെങ്കിലും സാദൃശ്യമുള്ള തരത്തിലുമല്ല, ഒക്കെ വ്യത്യസ്ത. ഒന്ന് കിഴക്കാണെങ്കിൽ മറ്റൊന്ന് പടിഞ്ഞാറാണ്. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് ശരിയുടെ വക്താക്കൾ, ഞങ്ങളാണ് യഥാർത്ഥ ദീനിന്റെ ആളുകൾ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇങ്ങനെ സ്വയം അവകാശവാദം ഉന്നയിക്കല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. മറിച്ച് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തി കരസ്ഥമാക്കിയാലല്ലേ നമുക്ക് നരകത്തിന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുള്ളൂ. നമുക്കല്ലാതെ നമ്മുടെ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മസ്ജിദിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിലുള്ള ആളുകളുടെ എണ്ണം പറഞ്ഞിട്ടോ നമുക്കൊന്നും നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കൂല. മറിച്ച് എന്താണ് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ 73 പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ധരിക്കേണ്ട മുസ്ലിം ആയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞു, പിന്നൊന്നും പേടിക്കണ്ട എന്നാണ് ധരിക്കുക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ 73 പറ്റി കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും സ്വർഗത്തിലാണെന്നല്ല, നരകത്തിലാണവർ. അവരെല്ലാവരും നരകത്തിലാണെന്നവർ, ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണ് റസൂലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ ആ പറയുന്ന മറുപടി നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട മറുപടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയാ, ഓരോ സന്ദർഭത്തിലും ദീനിന്റെ ഓരോ നിലപാടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ നമ്മളെ സ്വയം പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ട ഒരു മാനദണ്ഡം, ഒരു മീസാൻ, ഒരു തുലാസാണ് എന്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താ പറഞ്ഞു തന്നത്? മാ അന അലൈഹി യൗമ വഅസ്ഹാബി. ഒരിക്കലും ഒരു രാജ്യക്കാരാണെന്ന് പറഞ്ഞില്ല, സൗദിക്കാരാണെന്നോ അറബികളാണെന്നോ വെളുത്തവരെന്നോ ഹൈറ്റ് കൂടിയവരെന്നോ തടിച്ചവരെന്നോ ജാതി ഉയർന്ന ജാതിയുള്ളവരെന്നോ ഇങ്ങനെയൊന്നും വേർതിരിച്ചിട്ടില്ല. ഒരൊറ്റ ക്വാളിറ്റിയാണ് പറഞ്ഞത്. ആ ക്വാളിറ്റി ഉള്ളവർ എത്രത്തോളം ആ ക്വാളിറ്റി ഉണ്ടോ അത് 100% പെർഫെക്റ്റ് ആക്കിയ ആളുകളാണെങ്കിൽ അവർക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഈ പറയുന്നതിന്റെ അർത്ഥം എന്തല്ല, ഇതിൽ പെടാത്തവരൊക്കെ കാലാകാലം നരകത്തിലാണെന്നല്ല പറഞ്ഞു. പക്ഷെ അവരൊക്കെ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായിത്തീരും. എന്ത് കാരണത്താൽ? ഈ ക്വാളിറ്റി ഇല്ലാത്ത കാരണത്താൽ. എന്ന് വെച്ചാൽ ഈ പറയാൻ പോകുന്ന ക്വാളിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വേണമെങ്കിൽ മതിയെന്നല്ല, അത് നിർബന്ധമാണ്. നമുക്ക് നരകത്തിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ക്വാളിറ്റി അത് നമ്മൾക്ക് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ക്വാളിറ്റി? എന്താ? മാ അന അലൈഹി യൗമ വഅസ്ഹാബി. ഇന്നേ ദിവസം എന്ന് ചില പറയുന്ന ദിവസം ഞാനും എന്റെ സ്വഹാബത്തും, ശ്രദ്ധിക്കണേ, ഞാനും എന്റെ സ്വഹാബത്തും 2 കാര്യങ്ങൾ പറഞ്ഞു. ഇവർ ഏതൊരു ദീനിലാണോ, ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു തരത്തിലാണ് ഇബാദത്തുകൾ ചെയ്യുന്നത്, ഏതൊരു തരത്തിലാണ് അവരുടെ നിലപാടുകൾ, ആ രൂപത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും, ഇവരെന്ത് ചെയ്യില്ല, ഈ ഒരു വിഭാഗം നരകത്തിൽ പ്രവേശിക്കുകയില്ല. അവരാണ് നരകത്തിന് രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ, അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഏതൊരാളും തന്റെ റോൾ മോഡലായി, തന്റെ മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിനെ അംഗീകരിക്കുന്നവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ പിൻപറ്റാനൊക്കെ ശ്രമിക്കുന്നവരാണ്. പക്ഷേ അവരിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? സ്വഹാബത്തിന്റെ വിഷയം എന്നുള്ളത്. സ്വഹാബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാതൃകകളായി നിശ്ചയിച്ചു തന്നാണ്. അള്ളാഹു നിശ്ചയിച്ചു. നമ്മൾ ഈ പറഞ്ഞ ഹദീസ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഞാനുള്ള മാർഗം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. വഅസ്ഹാബി, എന്റെ സ്വഹാബത്തിന്റെയും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം ഒന്ന്, സ്വഹാബത്തിന്റെ മാർഗം വേറൊന്ന്, അങ്ങനെ ആയതുകൊണ്ടാണോ പ്രത്യേകം എടുത്തു പറയുന്നത്? എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരൊറ്റ ഒരാളാണ്, അല്ലേ? അദ്ദേഹത്തിനെ കൊണ്ടുണ്ടാകുന്ന സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ അത് നിരവധിയാണ്, ഒരുപാടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള മാതൃകകളും പാഠങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു സമൂഹം,
ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരെങ്ങനെയാകണം, അവരേത് രൂപത്തിലാകണം, അവരെങ്ങനെയൊക്കെയാണ് നിലപാടുകൾ എടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ജീവിച്ച് കാണിച്ചെന്നത് സ്വഹാബത്താണ്. അപ്പോൾ അതിലും നമ്മൾക്ക് ദീനിൻ്റെതായ ഒരുപാട് നിലപാടുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രകടമാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ വ്യക്തമായൊരു കാര്യം പറഞ്ഞുതരാം, എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി. സ്വഹാബത്ത് എല്ലാവരും ഒരു കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇന്നതൊരു കാര്യം ഇന്നതാണ്, ദീനിൽ ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് സ്വഹാബത്ത് മുഴുവൻ ഒരായത്തിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ഹക്ക്. അതല്ലാതെ ഹക്കാവൂല. ഹക്ക് അതല്ലാതാവൂല. ശ്രദ്ധിക്കണേ, സ്വഹാബത്ത് മുഴുവൻ ഒരു കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാവാണ്. എന്നുവെച്ചാൽ ഇതിൽ ഇങ്ങനെയാണ്, ഇത് വാജിബാണ്, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്വഹാബത്ത് ഏകാഭിപ്രായക്കാർ, എന്ന് വെച്ചാൽ അവർക്കിടയിൽ രണ്ടാമതൊരു അഭിപ്രായം ഇല്ലെങ്കിൽ അതാണ് ഹക്ക്. അത് ഹക്കാണ്. പക്ഷെ നമ്മൾ ആ ഒരു നിലപാട്, നമുക്ക് അവരെ ഏകാഭിപ്രായം സ്വീകരിച്ച വിശ്വാസം നമ്മുടെ വിശ്വാസമായിട്ടില്ലെങ്കിൽ നമ്മൾ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയി. ശ്രദ്ധിക്കണേ, സ്വഹാബത്തൊരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് അവരൊരു വിശ്വാസം, എന്തെങ്കിലും ഒരു മസ്അല, ഞാൻ ഉദാഹരണങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ എല്ലാവരുടെയും നിലപാട് ഇങ്ങനെയാണ്. ആ നിലപാടല്ല നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്തായി പോയി? സ്വഹാബത്ത് മാർഗം തെറ്റിപ്പോയി. സ്വഹാബത്ത് മാർഗം തെറ്റിപ്പോയാൽ എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനായിത്തീരും. പ്രവേശിപ്പിക്കുന്നതും ശിക്ഷിക്കുന്നതും വെറുതെ വിടുന്നൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ശിക്ഷിക്കുന്ന പക്ഷെ നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനായിത്തീരും. എന്ത് കാരണത്താൽ? സ്വഹാബത്തിന്റെ മാർഗത്തിന് തെറ്റിയ കാരണത്താൽ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് സ്വഹാബത്തിന്റെ മാർഗം എന്താണെന്ന് അറിയലും പഠിക്കലും അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസമാണെങ്കിലും ഇബാദത്തുകളാണെങ്കിലും അതിനനുസരിച്ച് മാറ്റം വരുത്തലും നിർബന്ധം. കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വഹാബത്തിന്റെ മാർഗത്തിൽ ഉൾപ്പെടാനും അങ്ങനെ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനും സാധിക്കും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ചില ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പൊതുവേ നമ്മുടെ നാട്ടുകളിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ അള്ളാഹു എവിടെയും ചോദിച്ചാൽ എന്താ പറയാ? അയിനല്ലാഹ്, അള്ളാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? മണ്ണിലും തൂണിലും തിരുമ്പിലും എന്നൊക്കെ പറയും അല്ലേ? എന്നുവെച്ചാൽ സർവ്വവ്യാപിയാണ്, എല്ലാവടെയും ഉണ്ട്. ചിലർ പറയും നീ നന്മ ചെയ്താൽ നീ തന്നെയാണ് ദൈവം, അല്ലെങ്കിൽ നിന്നിൽ സ്നേഹം പ്രകടമാവുമ്പോൾ നീ ദൈവമാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആളുകൾക്കുണ്ട്. ശരിക്കും അള്ളാഹ് എവിടെയാണ്? സഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഉപരിയിലാണ്. ചില എന്തൊക്കെ സൃഷ്ടികളായി മഖ്ലൂഖാത്തുകളായി എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെ ഉപരിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ഒന്നാം ആകാശത്തിലാണ്, ഭൂമി. ഈ ഒന്നാം ആകാശത്തിനും മുകളിൽ 6 ആകാശങ്ങൾ ഇനിയുണ്ട്. അതിനും മുകളിലാണ് എന്ത്? അള്ളാഹുവിന്റെ കുർസി. അതിനും മുകളിലാണ് അർശ്. ആ അർശിനും മുകളിലാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നുവെച്ചാൽ അള്ളാഹുവാണ് ഏറ്റവും മുകളിൽ. നമ്മളെപ്പോഴും കേൾക്കും സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ. എന്ന് വെച്ചാൽ അതിനേക്കാൾ മുകളിൽ ഒന്നുമില്ല. അള്ളാഹുവിന്റെ അള്ളാഹിർ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ലൈസ ഫൗഖഹു അഹദ്, അല്ലെങ്കിൽ ലൈസ ഫൗഖഹു ഷൈ. അതിന് മുകളിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാണ് അള്ളാഹിർ എന്ന് പറയും. അള്ളാഹുവിന്റെ പേരുകൾപ്പെട്ടൊരു പേരാണ് അള്ളാഹിർ. അള്ളാഹു എവിടെയാ? ഇവിടെ ഉണ്ടോ? എല്ലാവിടെയും ഉണ്ടോ? ഇല്ല. അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണ്. പിന്നെ പല ആയത്തുകളും ഖുർആനിലുണ്ടല്ലോ, വഹുവ മഅക്കും ഐനമാ കുൻതും അല്ലേ? ഖുർആനിലൊരു ആയത്താണ്, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെയുണ്ട്. എന്താ ആയത്തിന്റെ അർത്ഥം? എന്താ? ഇങ്ങനത്തെ പല ആയത്തുകളും കേട്ടിട്ടാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഇതിങ്ങനെ പരിഭാഷ വായിക്കുമ്പോൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്താ അർത്ഥം? എല്ലാവിടെയും ഉണ്ട്.
നമ്മൾ പോകുന്നിടത്തൊക്കെ ഉണ്ട്. എന്തായതിന്റെ അർത്ഥം? ബഹുവ മാക്കും ഐനമാക്കുൻതും എന്ന് പറഞ്ഞാൽ അവന്റെ അറിവോടുകൂടെ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളാണെങ്കിൽ അവന്റെ മഅയ്യത്തിന്, അവന്റെ സഹായത്തോടുകൂടെ അവൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എല്ലാവരും, അല്ലെ? മൂസ അലൈഹി ഇസ്ലാമോടും ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിറഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് പേടിക്കില്ല, തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വഅറ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ രണ്ടാളുടെയും കൂടെ ഉണ്ട് എന്നുള്ള പറയാം. എന്ന് വെച്ചാൽ സഹായം കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ നിങ്ങൾ, എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മുകളിലാണ്, എല്ലാത്തിനേക്കാളും മുകളിലാണ്. പക്ഷെ ഏറ്റവും അടുത്ത്, അല്ലെ, നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്താണെന്ന് പറയാനുള്ള കാരണം, ആ കണ്ടനാടിയുടെ അടുത്ത് അത്രയും അടുത്തൊരാൾ നിന്നാൽ നമ്മളെ പറ്റി എത്ര അറിയുമോ അതിനേക്കാൾ കൂടുതൽ അത്രയും മുകളിൽ നമ്മളെ പറ്റി അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത് ഈ വിഷയത്തിൽ സ്വഹാബത്തിനിടയിൽ തർക്കില്ല, രണ്ടഭിപ്രായമില്ല. അപ്പൊ ഇതല്ലാത്തൊരു വിശ്വാസം ഒരാൾ അള്ളാഹുവിനെ പറ്റി വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ സ്വഹാബത്തിന്റെ മാർഗം തെറ്റിപ്പോവാണ്, നരകത്തിൽ പ്രവേശിക്കാൻ അർഹനായിത്തീരാൻ. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമാണ് ഖുർആൻ. അവസാനത്തെ കിതാബാണ്. മുൻപുള്ള കിതാബുകളൊക്കെ നാസിഖ് നസ്ഖ് അതൊക്കെ വിഷയങ്ങൾ പറയാം. ഈ ഖുർആനെ പറ്റി പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നാണ്. ശരിക്കും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ? ശ്രദ്ധിക്കണം. അഹ്ലുസുന്നത്തിനിടയിൽ ഈ പറഞ്ഞ സഹാബത്തിന്റെ അവർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണെന്ത്? ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്. ശരി, അള്ളാഹുവിന്റെ സംസാരമാണെന്ത്? ഖുർആൻ എന്നുള്ളത്. ഇതിൽ സ്വഹാബത്തിനിടയിൽ എന്തില്ല? തർക്കില്ല. സ്വഹാബത്തിനിടയിൽ തർക്കില്ല. ഏതുപോലെ വൈന അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ്. നിങ്ങളിൽ ആരെങ്കിലും സഹായം അല്ലെങ്കിൽ സംരക്ഷണം ചോദിച്ച് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ സംരക്ഷണം നൽകണം. ഏതുവരെ? അള്ളാഹുവിന്റെ കലാം, സംസാരം കേൾക്കുന്നതുവരെ എന്ന് ഖുർആനിൽ അള്ളാഹ് പഠിപ്പിച്ചു. എന്തിനു പറ്റിയാ പറഞ്ഞത്? ഖുർആനെ പറ്റിയാ പറഞ്ഞു. ഖുർആനെ പറ്റി അള്ളാഹ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് അത് സംസാരിച്ച സംസാരം അത് ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുകയും ആ കേട്ട കാര്യം അത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചൊല്ലിക്കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം കേട്ട് മനഃപ്പാടമാക്കുകയും അത് സ്വഹാബത്തിന് ചൊല്ലിക്കൊടുക്കുകയും സ്വഹാബത്ത് അത് മനഃപ്പാടം, അങ്ങനെ അള്ളാഹു സംസാരിച്ച സംസാരമാണെന്ത്? ഖുർആൻ എന്നുള്ളത്. ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും സംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സൃഷ്ടികളുടെ സംസാരം പോലെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു സംസാരിക്കോ എന്ന് ചോദിച്ചാൽ സംസാരിക്കും. കാരണം എന്താ? ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അള്ളാഹിനെ പറ്റി അള്ളാഹ് തന്നെ പഠിപ്പിച്ചെന്ന് അള്ളാഹുവിനെ സംസാരിക്കുന്നുണ്ട് എന്നാണ്, അള്ളാഹുവിന്റെ സംസാരമാണെന്നാണ്. അപ്പൊ നമ്മളത് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ സംസാരമാണെന്ന് എന്ത് ചെയ്യും? വിശ്വസിക്കും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരം പോലെയോ മറ്റേതെങ്കിലും സൃഷ്ടികളുടെ സംസാരം പോലെയോ ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ സംസാരത്തിന് രൂപമില്ലാത്തതുകൊണ്ടാണ്. രൂപമുണ്ട്, ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ സംസാരത്തിന് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചൊരു രൂപമുണ്ട്. പക്ഷെ ആ രൂപം നമുക്കറിയില്ല. ആ രൂപം നമുക്കറിയാം. നമുക്ക് എന്താ അറിയുള്ളൂ? സൃഷ്ടികളുടേത് പോലല്ല, ഒരു സൃഷ്ടിയുടെ പോലെയല്ല. എന്ത് തെളിവെന്താ? നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ പറയാറില്ല, എന്താണ്? വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ ഒന്നുമില്ല, അവന് സമമാകുന്ന ഒന്നുമില്ലെങ്കിൽ അവന്റെ സംസാരത്തിന് സമമാകുന്ന ഒരു സംസാരമില്ല, അവന്റെ ഒരു വിശേഷണത്തിനും സമമാകുന്ന ഒരു വിശേഷണമില്ല, ഒരാൾക്കുമില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് വേറെ ഏതെങ്കിലും സൃഷ്ടികളുമായി നമ്മൾ എന്ത് ചെയ്യരുത്? കണക്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം വിശ്വസിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് ഖുർആനിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ബൽ യദാഹു മബ്സൂതത്താൻ. അള്ളാഹുവിന് നിവർത്തി വയ്ക്കപ്പെട്ട 2 കൈകളുണ്ടെന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിന് 2 കൈകളുണ്ട്.
ശ്രദ്ധിക്കണേ, ഖുർആനിലെ വാക്കാണ്. അള്ളാഹുവിന് 2 കൈകൾ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൈകളുണ്ടെന്ന് വിശ്വസിക്കണം. പക്ഷെ നമ്മുടെ കൈകൾ പോലെയോ മറ്റേതെങ്കിലും സൃഷ്ടികളുടെ കൈകൾ പോലെയോ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, കോപം ലഭിക്കപ്പെട്ട ആളുകൾ. ആരാ കോപിച്ചതാരാ? കോപം ലഭിക്കപ്പെട്ടവർ ജൂതന്മാരാണ്. ആരാണ് കോപിച്ചത്? അള്ളാഹു കോപിച്ചതാണ്. അള്ളാഹു കോപിക്കോ? കോപിക്കും. അള്ളാഹു കോപിക്കും. നമ്മൾ കോപിക്കുന്ന പോലെയാണോ? അല്ല. വേറെ ഏതെങ്കിലും സൃഷ്ടികൾ കോപിക്കുന്നത് പോലെയാണോ? അല്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്യും? കോപിക്കും. ഇങ്ങനെ ഏതൊരു അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് എന്തൊരു കാര്യം പറയുമ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വിശ്വസിക്കുക. അങ്ങനെ ഉണ്ട്, അള്ളാഹു പഠിപ്പിച്ചെന്നാണ്, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകൾ അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കാണോ അറിയാം? അള്ളാഹ്ക്കാണോ കൂടുതൽ അറിയാം അള്ളാഹിനെ പറ്റി? ആർക്കറിയാം? അള്ളാഹ്ക്കല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ പറ്റി ഇങ്ങനെ ഉണ്ടെന്ന് പറയും, നമ്മൾ എന്ത് ചെയ്യുക? അത് വിശ്വസിക്കുക. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വസിക്കുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും സൃഷ്ടികളായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കണക്ട് ചെയ്യരുത്. ഒരു സൃഷ്ടികളായിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെയാണ് ചിന്തിക്കാനോ പാടില്ല. അതുപോലെയാണ് ചിന്തിക്കാനോ പാടില്ല. ഇത് എന്താണ്? സ്വഹാബത്തിന്റെ നിലപാട് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളോടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ പൊതുവിലുള്ള നിലപാട് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയുമോ? കണ്ണുകൊണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. അള്ളാഹുവിനെ കാണാൻ കഴിയുമോ? അള്ളാഹുവിനൊരു ഇതുണ്ടോ? രൂപമുണ്ടോ? ഉണ്ടോ? കാണാൻ കഴിയുമോ അള്ളാഹുവിനെ? നമ്മുടെ നാട്ടിലെ വിശ്വാസപ്രകാരം എന്താ? അവൻ മുകളിലും അല്ല താഴെയല്ല കിഴക്കോ അല്ല പടിഞ്ഞാറല്ല എന്ന് പറഞ്ഞ എന്താ? ചുരുക്കം എന്താ? കാണാൻ കഴിയൂല. ചുരുക്കം എന്താ? കാണാൻ കഴിയൂല. എന്നുവെച്ചാൽ എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവ് അതിന് പ്രത്യേകിച്ച് രൂപമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ രൂപം ഉണ്ടാക്കുന്ന, പ്രതിമകൾ ഉണ്ടാക്കുന്ന, അതിനെ ആരാധിക്കുന്ന, അതിനെ പൂജിക്കുന്ന ആളുകൾക്ക് അവർ പലതിനെയും പല ശക്തികളെയും ഒക്കത്തിനെ പൂജിക്കുന്നുണ്ട്. എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടാവിന് അവർക്ക് രൂപം പറയാനില്ല. രൂപമില്ലേ? അള്ളാഹുവിന് രൂപമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അള്ളാഹുവിന് രൂപമുണ്ട്. അള്ളാഹുവിനേക്കാൾ ഏറ്റവും മികച്ച രൂപമുള്ള ഒന്നുമില്ല. ഏറ്റവും ഭംഗിയുള്ള ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹുവാണ് ജമീൽ. എന്ന് വെച്ചാൽ ഭംഗി എന്ന് പറയുന്നതിന്റെ ഏറ്റവും പൂർണ്ണമായ അതിന്റെ കംപ്ലീഷൻ, പെർഫെക്ഷൻ, ഏറ്റവും പൂർണ്ണമായ അളവിലുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു. നമ്മൾ ആലോചിച്ച് നോക്കേ, നമ്മൾ എന്തൊക്കെ സൃഷ്ടികളെ കാണാറുണ്ട് അല്ലെ? മലകള്, അതുപോലെ തന്നെ ചെടികള്, അതുപോലെ തന്നെ കിളികള്, പുഴകള്, ഇതിനൊക്കെ എന്ത് ഭംഗിയാണ്. ഇതിനൊക്കെ ഭംഗി കൊടുത്തതാരാണ്? കൊടുക്കുന്നവനാണ് കൂടുതൽ ഉണ്ടാവുക, കൊടുക്കപ്പെട്ടവനാണ് കൂടുതൽ ഉണ്ടാവുക. ആർക്ക് കൂടുതൽ ഉണ്ടാവുക? അത് ചിന്തിച്ചാൽ മതി. സ്വർഗത്തിലെ ഹൂറിലീങ്ങൾ സൃഷ്ടിച്ചാരാ? ആരാ? അപ്പൊ ഹൂറിലീങ്ങൾക്കാണ് ഭംഗി ഉണ്ടാവുക, അള്ളാഹ്ക്കാണ് ഭംഗി ഉണ്ടാവുക? ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. എല്ലാത്തിനും ഭംഗി കൊടുത്ത് അള്ളാഹ്ക്ക് അത്ര ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, സ്വർഗവാസികൾ അവരുടെ സ്വർഗത്തിലെ ആസ്വാദനങ്ങളിൽ മുങ്ങിക്കുളിച്ചു. വെച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളിലും അങ്ങനെ ഉല്ലസിച്ച് നിൽക്കുമ്പോഴാണ് ആ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ കാണുന്ന മാത്രയിൽ ആ ഒരു സന്ദർഭത്തിൽ അവരെല്ലാ അനുഗ്രഹങ്ങളും മറന്നുപോകും. എല്ലാ അനുഗ്രഹങ്ങളും അവർ മറന്നുപോകും. കാരണം ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ഒരു മനുഷ്യന് സ്വർഗത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണാമെന്നുള്ളത്. എന്ന് വെച്ചാൽ അള്ളാഹുവിനൊരു രൂപമുണ്ട്, ഏറ്റവും മികച്ച, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത. ഈ രൂപം നമ്മൾക്ക് കാണാൻ കഴിയും, ഇപ്പോഴല്ല, ദുനിയാവിലല്ല. ദുനിയാവിൽ കാണാൻ കഴിയില്ല. ദുനിയാവിൽ കാണാൻ കഴിയില്ല. മരണശേഷം, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കാണാൻ കഴിയുള്ളൂ. അത് 2 സന്ദർഭങ്ങളിൽ കാണും. എപ്പോഴൊക്കെ? ഒന്ന് മഹ്ശറിൽ വെച്ച്, എന്നുവെച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, പിന്നൊന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, മുഅ്മിനീങ്ങൾക്കേ കാണാൻ കഴിയുള്ളൂ. മുഅ്മിനുകൾക്കേ
കാണാൻ കഴിയുള്ളൂ. ഈമാൻ ഇല്ലാത്തവർ, സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ? കല്ല ഇന്നഹും റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അവർക്ക് മറയിടപ്പെടും. അവർക്ക് ഇതൊന്നും, ഈ അനുഗ്രഹം അവർക്ക് കിട്ടൂല. റബ്ബിനെ കാണാനുള്ള അനുഗ്രഹം അവർക്ക് ലഭിക്കൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ആളുകളും, മുഅ്മിനുകൾ, സ്വർഗവാസികൾ എല്ലാവരും കാണും. അതിനു മുമ്പ് മഹ്ശറിൽ വെച്ചും കാണും. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹ് പറയുന്നുണ്ടാ? ചില മുഖങ്ങൾ അന്ന്, ഈമാനുള്ളവരെ പറ്റി പറയാണ്, സ്വർഗവാസികളെ പറ്റി പറയാണ്, അവരുടെ മുഖങ്ങൾ അന്ന് പ്രകാശം, തിളങ്ങുന്ന മുഖങ്ങളായിരിക്കും. എന്ത് തിളങ്ങാൻ കാരണം എന്താ? ശ്രദ്ധിക്കണേ, ചില ആൾക്കാരുടെ മുഖം തിളങ്ങാണ്. എന്ത് തിളങ്ങാൻ കാരണം എന്താ? ഇലാ റബ്ബിഹ നാദിറ. റബ്ബിലേക്ക്, അവരുടെ റബ്ബിങ്കിലേക്ക് നോക്കുന്ന മുഖങ്ങൾ. പക്ഷെ റബ്ബിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം തിളങ്ങണമെങ്കിൽ ആ ഭംഗി എന്തായിരിക്കും? അങ്ങനെ ചില മുഖങ്ങൾ എന്ത് ചെയ്യും? തിളങ്ങും. ഇത് മഹ്ശറിൽ വെച്ചിട്ടാണ്. ഇത് മഹ്ശറിൽ വെച്ചിട്ടാണ്. അതല്ലാതെ സ്വർഗത്തിൽ വെച്ചിട്ട് ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിച്ച്, നരകത്തിലും എല്ലാവരും പ്രവേശിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം, വിചാരണയും എല്ലാം കഴിഞ്ഞ് അവസാനിച്ചു. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരുടെ സ്ഥാനങ്ങൾ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം, അവരവരുടെ ആസ്വാദനങ്ങൾ മുഴുകി തുടങ്ങിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സ്വർഗ്ഗക്കാരെയും വിളിക്കും. സ്വർഗ്ഗക്കാരെ മൊത്തത്തിൽ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരട്ടെയോ ചോദിക്കും. സ്വർഗ്ഗക്കാർ അങ്ങോട്ട് ചോദിക്കും, ഇനി എന്ത് വർദ്ധിപ്പിക്കാൻ റബ്ബേ? കാരണം അവർ അത്രയും അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കാൻ, അവർക്ക് ഇനി ഒന്നും ചോദിക്കാനില്ല, ഒരു ആഗ്രഹവും ഇനി പറയാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യുക? അവന്റെ ഹിജാബ് നീക്കുക. അപ്പോ അവർ ആ ഒരു അനുഗ്രഹത്തെക്കാൾ വലിയൊരു അനുഗ്രഹം അവർ നൽകപ്പെടാത്ത രൂപത്തിൽ അവരതെന്ത് ചെയ്യും? അതിൽ മുഴുകുന്ന അവസ്ഥയിലായിത്തീരും. അപ്പൊ അള്ളാഹുവിനെ കാണാന്നുള്ളത് കാണാൻ സാധിക്കും. ദുനിയാവിൽ പറ്റൂല അല്ലെ? ചില ആൾക്കാരെന്തോ, ഏതൊക്കെ ആൾക്കാർ ഹജ്ജിന് നടന്നു പോയ ഏതോ, എന്താ പറയാ, അങ്ങനത്തെ ഏതൊക്കെ ആൾക്കാർ അവർ പറഞ്ഞെന്താ? ഞാൻ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? ആകാശത്ത് അള്ളാഹിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണാൻ സാധിക്കുന്നു പറയുന്നത് സ്വഹാബത്തിന്റെ നിലപാടിനെതിരാണ്. അവർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ് എന്ത്? ദുനിയാവിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹിനെ കാണാൻ കഴിയൂല. സ്വഹാബത്തിന്റെ നിലപാടാണ്, അവർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യം. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ സ്വഹാബത്തിന്റെ നിലപാടും വ്യത്യസ്തനാണ്, എതിരാണ്, പുറത്തുപോയി. ഈ പറഞ്ഞ നരക ശിക്ഷയ്ക്ക് അർഹനാവുന്ന വിശ്വാസത്തിലാണ് അയാളുള്ളത്. അപ്പൊ കാണാൻ സാധിക്കും, പക്ഷേ ദുനിയാവിലല്ല, മരിക്കുന്നതിന് മുമ്പ് പറ്റൂല, മരിച്ചു കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മഹ്ശറിലും അതുപോലെ തന്നെ സ്വർഗത്തിലും. ഇതുപോലെ തന്നെ ഈമാന്റെ വിഷയത്തിൽ അല്ലേ, പല ആളുകളോടും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് വസ്ത്രം ധരിച്ചതുപോലെ ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്താത്തത് എന്താ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വെറുതെ വിടാൻ കൽപ്പിച്ചു, അതുപോലെ താടി വെറുതെ വിടാത്ത എന്താ ചോദിക്കുമ്പോൾ എന്താ പറയാ? അത്തഖ്വ ഹാഹുന. തഖ്വ എവിടെ? ഇവിടെ. എന്നുവെച്ചാൽ ഇതൊന്നും കണ്ടിട്ടൊന്നും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ നല്ല ഈമാനുള്ള ആളാണെന്നാണ് ചിലരുടെ ധാരണ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈമാൻ എന്ന് വെച്ചാൽ അത് ഉള്ളിലുണ്ടെങ്കിൽ അത് പുറമേക്ക് പ്രകടമാവും. ഇത് സ്വഹാബത്തിന്റെ ഏകോപിച്ച നിലപാട്. സ്വഹാബത്തിനിടയിൽ ഈമാൻ എന്ന് വെച്ചാൽ ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഖൽബിലുള്ള വിശ്വാസം എന്ന് മാത്രമല്ല, വ അമലുൻ ബിൽ ജവാരിഹ്, അത് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം അതിലുണ്ട്. അതുപോലെ തന്നെ ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള സംസാരം അതിലുണ്ട്. എന്നുവെച്ചാൽ ഇതെല്ലാം ചേർന്നതാണെന്ത്? ഈമാൻ എന്നുള്ളത്. ഇതെല്ലാം ചേർന്ന് വെച്ചാൽ ഒരാളുടെ നാവെന്ന് വൃത്തികെട്ട സംസാരങ്ങളും കളവും അതുപോലെ തന്നെ വൻപാവും നമീമത്തും ഇതൊക്കെയാണ് വരുന്നെങ്കിൽ അതെന്തിനറിയിക്കുന്നുണ്ട്? അവന്റെ കൽബ് ശരിയായി, അവന്റെ കൽബിൽ ഈമാൻ കുറവാണ് എന്നതിനെ അറിയിക്കുന്നുണ്ട്. ഒരാൾ താടിയും വളർത്തുന്നില്ല, നിലയാണെങ്കിൽ തല വസ്ത്രവും ധരിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ മുഖം മറയ്ക്കാതെ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ സൗന്ദര്യം വെളിവാകുന്ന രൂപത്തിൽ നടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് ഈമാൻ കുറവാണ്. ഇതാണ് അഹ്ലുദ് സ്വഹാബത്തിന്റെ ഏകോപിച്ച അഭിപ്രായം. സ്വഹാബത്തിന്റെ ഏകോപിച്ച അഭിപ്രായം എന്നുവെച്ചാൽ ഈമാൻ എന്ന് വെച്ചാൽ അങ്ങനെയാണ്, അതെല്ലാം ചേർന്നതാണ്. കൽബിനുള്ളിൽ മാത്രമുള്ളതല്ല ഈമാൻ.
അതിനെന്ത് തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക, ശരീരത്തിലൊരു മാംസകഷ്ണുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയായി. നാവ് ശരിയാവും, അവയവങ്ങൾ ശരിയാവും, ഹറാമുകൾ വിട്ടു നിൽക്കും, വാജിബുകൾ ചെയ്യും. അപ്പോ ഒരാൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തുന്നില്ല, അതിന്റെ അർത്ഥം എന്താ? അവന്റെ കൽബ് ശരിയായിട്ടില്ല എന്നുള്ളതാണ്. താടി പഠിക്കാതെ അല്ലെങ്കിൽ ട്രിം ചെയ്യാതെ അവന് വെറുതെ വിടാൻ പറ്റുന്നില്ലെങ്കിൽ അർത്ഥം എന്താ? അവന്റെ ഈമാൻ ശരിയായിട്ടില്ല എന്നുള്ളതാണ്, ഇനിയും ശരിയാവാനുണ്ട് എന്നുള്ളതാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ എത്ര ശാഖകളുണ്ട്? 70 പരം ശാഖകളുണ്ട്. അലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ഉയർന്ന ശാഖ ഏതാ? ശ്രദ്ധിക്കണേ, ഏറ്റവും ഉയർന്ന ശാഖ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്, ഖൗലാണ്. പറയുന്നതിനെ ഈമാനിലാണ് എണ്ണിയത്. ഞാൻ എണ്ണുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നതാ. പിന്നെയോ വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, ഏറ്റവും താഴേക്കടിയുള്ള ശാഖ ഏതാ? വഴിയിൽ നിന്ന് ഉപദ്രവം നിൽക്കുക. എങ്ങനെയാ? കൽബോണ്ട് ചിന്തിച്ചാൽ നീങ്ങോ? ഇല്ല. നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. അപ്പൊ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം എന്തിൽപ്പെടുത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിൽപ്പെടുത്തി. പിന്നെയോ വൽ ഹയാ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാന്റെ ഒരു ശാഖയാണ് ഹയാ, ലജ്ജ. ലജ്ജ എവിടെ വരിക? കൽബിലാണ്. അപ്പൊ കൽബ് വന്നു, നാവ് വന്നു, അവയവങ്ങൾ വന്നു. ഇതെല്ലാം ഈമാനിനെ അറിയിക്കുന്ന കാര്യം. ഇതൊക്കെ ഈമാനിൽപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈമാനുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഈമാൻ എല്ലാ ആളുകൾക്കും ഒരേ അളവാണോ? ചില ആളുകൾ പറയും എന്താ, എനിക്കും എന്റെ ഈമാനും നബിസ്വല്ലാഹു ഈമാനും ജിബ്രീൽ അലൈഹിസ്സലാം ഈമാൻ എല്ലാം, ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരു സാധനം അതിങ്ങനെ എടുത്തു വെക്കുന്ന പോലെയാണെന്നാണ് ചില ആൾക്കാരുടെ ധാരണ. അങ്ങനെയാണോ? അല്ല. ഈമാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹ സാബിത്തുൻ വ ഫറഉഹ ഫിസ്സമ, ഒരു മരം പോലെയാണ്. എല്ലാ മരവും ഒരുപോലെയാണോ? അല്ല. അതുപോലെ തന്നെ എല്ലാവരുടെ ഈമാനും ഒരുപോലല്ല. ചില മരങ്ങളുടെ വേരുകൾ ഉള്ളിലേക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ആ മരം മുറിക്കുന്നവർക്ക് അറിയാം, പിഴുതെടുത്താൽ കിട്ടൂല. ഒരുപാട് ആഴത്തിൽ മുറിച്ചാലും പിന്നെയും വേരുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു കാറ്റിലും കോളിലും എന്തില്ല ആടി ഒലിയില്ല, മറിഞ്ഞു വീഴൂല. എല്ലാ മരങ്ങളും അങ്ങനെയാണോ? അല്ല. ചിലത് പെട്ടെന്ന് തന്നെ ചെറിയ വേരുകൾ ഉണ്ടാവുള്ളൂ, ബലമില്ലാത്ത വേരുകൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ തണ്ട്, തടി, അതുപോലെ തന്നെ ചില്ലകൾ, ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇതേപോലെ തന്നെ ഈമാൻ. എല്ലാവരുടെ ഈമാൻ ഒരുപോലല്ല. വളരെ ചെറിയ ഈമാനുള്ള ആളുകളുണ്ട്. ഒരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന ഈമാനുള്ള ആളുകളുണ്ട്. അത് അവരൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ഫിത്നകൾ വരുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെ അവർ ദീനന്നെ അനുസരിക്കാതെ, പിന്നെ നിസ്കാരമില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തലതിരിഞ്ഞു പോയ ആളുകൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കൂടെയുള്ള പലരെയും. അതെന്തുകൊണ്ട്? അവരുടെ കൽവിൽ ഈമാന്റെ അളവ് അത്രയും കുറവായതുകൊണ്ട്. ചിലതങ്ങനല്ല. നബിമാരെ കണ്ടിട്ടില്ലേ? എത്ര പ്രയാസങ്ങളാണ്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ്. പക്ഷെ കുലുങ്ങൂല, ഉറച്ചു നിൽക്കും. അത്രയും ശക്തമായ ഈമാനുള്ളതുകൊണ്ട്. ഈമാൻ എന്നുള്ളത് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഈമാൻ എന്നുള്ളത് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഇതൊക്കെ സ്വഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരാളൊരു വൻപാപം ചെയ്തു. വൻപാപം എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു പ്രത്യേക കാര്യത്തിൽ, ഒരു പ്രത്യേക തിന്മയ്ക്ക്, പൊതുവെ എല്ലാ ഹറാമും നമുക്കറിയാം ശിക്ഷ കിട്ടും, വാജിബുകൾ ഒഴിവാക്കി ശിക്ഷ കിട്ടും. ഇതൊക്കെ നമുക്ക് പൊതുവേ ഉള്ള കാര്യങ്ങൾ. പക്ഷെ ഒരു പ്രത്യേക തിന്മ, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പ്രത്യേകം ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ റസൂൽ ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസം പറയണം അവൻ നമ്മളിൽപ്പെട്ടവനല്ല, ഇങ്ങനെയൊക്കെയുള്ള ഹദീസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സ്വർഗത്ത് പ്രവേശിക്കൂല, ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുള്ള തിന്മകൾക്കാണ് എന്ത് പറയാ? വൻപാപങ്ങൾ എന്ന് പറയാം. ഇങ്ങനെയുള്ള തിന്മകൾക്കാണ് വൻപാപങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വൻപാപങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. നമ്മൾ നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, വിട്ടുനിന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന ചെറിയ മറ്റുള്ള തിന്മകൾ അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹ് പുറത്തു തരും.
ശ്രദ്ധിക്കണേ, നമ്മൾ വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള തിന്മകൾ അള്ളാഹ് പുറത്തുതരും. അള്ളാഹുവിന്റെ വാഗ്ദാനം. വനുദഖിൽക്കും മുദ്ഖലൻ കഴിയുമെന്ന് നിങ്ങളെ സ്വർഗത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്യും. സ്വർഗത്ത് പോകാനും നമ്മുടെ തിന്മകൾ പൊറപ്പിക്കാൻ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ മതി. എന്തൊക്കെയാണ് പഠിക്കണം? വൻപാപങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചിട്ടത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഏറ്റവും ആദ്യം ഷിർക്ക് മുതൽ തുടങ്ങി. ഷിർക്കിന്റെ ഇനങ്ങൾ രൂപങ്ങൾക്ക് ഒരുപാടുണ്ട്, അതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ കുഫറിന്റെ ഇനങ്ങൾ രൂപങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചതിന് വിട്ടു നിൽക്കുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ ബാക്കി വന്നു പോകുന്ന തെറ്റുകൾ പിന്നെ ചെയ്യണം. ലൈസൻസ് ആയിട്ട് പറയുന്നല്ല, പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ അത് പറ്റിപ്പോകുന്ന തിന്മകൾ അള്ളാഹ് പുറത്തു വരും. അവന്റെ വാഗ്ദാനമാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ചെയ്യുന്ന ഒരാളിന് ഒരാളൊരു ചില ആളുകൾ ഇപ്പോ എന്താ പറയാ, തീവ്രവാദ സംഘടനകൾ, ഇപ്പോ എന്താണ് പലതരത്തിലുള്ള പലജാതി ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഒരാളൊരു വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്തായി? ദീനം തന്നെ പുറത്തു വെച്ചാൽ അവന്റെ ഈമാൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൻ എന്തായി? ദീനിന്ന് പുറത്തുപോയി, ഈമാൻ ഇല്ലാത്ത ഒരാളായി എന്നൊരു സങ്കല്പം, തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അത് സ്വഹാബത്തിന്റെ നിലപാടിനെതിരാണ്. വൻപാപം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് മദ്യപാനം, അല്ലെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ പലിശ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഗീബത്ത്, നമീമത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റിൽ വീണു പോകുന്ന ഒരാളെ പറ്റിയിട്ടല്ല, അതിൽ തന്നെ തുടരുന്ന ഒരാൾ. തെറ്റ് ചെയ്ത് തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കും. ഏത് തിന്മയാണ് പുറത്തു കൊടുക്കും. അതിൽ തന്നെ തുടരുന്ന ഒരാൾ മദ്യപാനി ആയിക്കൊണ്ട് തന്നെ മരിക്കുക, അത് ഒഴിവാക്കുന്നോ തൗബ ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ മരിക്കുക. പക്ഷെ ഈ തൗഹീദുണ്ട്, ഈമാനുണ്ട്, അള്ളാഹ് എല്ലാത്തവരോട് ദുആ ചെയ്യുക, അങ്ങനെയുള്ള മറ്റൊരു കാര്യങ്ങളുമില്ല. ശരിയായ ഈമാനിലാണ്, തൗഹീദിലാണ്. ഇവന്റെ അവസ്ഥ എന്താ? ആഖിറത്തില് എന്താ അവസ്ഥ? സ്വർഗത്ത് പോവോ? അവ നരകത്ത് പ്രവേശിക്കേണ്ടി വരുമോ? അവ നരകത്ത് കാലാകാലമായിരിക്കോ? എന്താ അവസ്ഥ? ഒരു കൊലപാതകി ഒരു മുസ്ലിമിനെ കൊന്നു, ആ മുസ്ലിമാണ്, കൊന്നവ മുസ്ലിം, മനഃപൂർവ്വം കൊന്നു തന്നെ. എന്താ അവസ്ഥ? അവ അങ്ങനെ തന്നെ മരണപ്പെടുക. എന്താ അവസ്ഥ? ആഖിറത്തിൽ എന്താ അവസ്ഥ? സ്വർഗത്ത് പോവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വെക്കപ്പെടുന്നത് അവൻ ഒരിക്കലും പുറത്തു കൊടുക്കില്ല. ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരണപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശിർക്കിനോ അതിനോട് ചേർത്തി പറയപ്പെടാൻ പറ്റുന്ന കുഫറും അതുപോലത്തെ ഇനങ്ങളും ദീനിന്ന് പുറത്തു പോകുന്ന കാര്യം, ഇതൊക്കെ ആയിട്ട് ഒരാൾ തൗബ ചെയ്യാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് അല്ലാഹ് പുറത്തു കൊടുക്കൂല. പക്ഷേ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽപ്പെടാത്ത, അതിനെ താഴെ വരുന്ന, അതിനേക്കാൾ ഗൗരവം കുറഞ്ഞ മറ്റ് തിന്മകൾ അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. ശ്രദ്ധിക്കണേ, എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നല്ല പറയുന്നത്, എല്ലാവരും ശിക്ഷിക്കുന്നല്ല പറയുന്നത്. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹ് പുറത്തു, എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഇങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹ് ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? അവൻ ശിക്ഷിക്കും. ശിക്ഷിക്കുന്ന പറഞ്ഞാൽ കാലാകാലം ശിക്ഷിക്കുന്നവനല്ല, അവൻ ചെയ്ത ആ തിന്മയുടെ ഗൗരവത്തിനനുസരിച്ച് അതിനെത്രത്തോളം ശിക്ഷയ്ക്ക് അർഹനാണോ അത്രത്തോളം ശിക്ഷ അവൻ നൽകും. ചിലപ്പോൾ ആ ശിക്ഷ മുഴുവൻ കൊടുക്കൂല, അതിന് മുമ്പ് എന്ത് ചെയ്യും? എല്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴിലാണ്. ചിലപ്പോ തീരെ നരകത്ത് പ്രവേശിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യും? നേരത്തെ അല്ലാഹ് പുറത്ത് നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴിലാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴിലാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ നിലപാട്. വൻപാപങ്ങൾ ചെയ്ത ഒരാൾ, അയാളുടെ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ, അതായത് സ്വഹാബത്തിന്റെ നിലപാട് ഈ നിലപാടാണ്. അതും തൗബ ചെയ്യാതെ മരണപ്പെട്ടു ഒരാളുടെ. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണെന്ത്? തക്ഫീർ എന്നുള്ള വിഷയം. ഒരു മുസ്ലിമായി അറിയപ്പെട്ട, അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള, ഞാൻ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അയാളെ നമ്മൾ എന്ത് ചെയ്യുക? കാഫറാണെന്ന് വിധിക്കുക, അല്ലെങ്കിൽ അവനെ കാഫറേന്ന് വിളിക്കുക. ഇതിന്റെ വിധി എന്താ? വളരെ അപകടം പിടിച്ച കാര്യമാണ്, വളരെ അപകടം പിടിച്ച കാര്യം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ കൃത്യമായി നമുക്ക് ഉറച്ച ബോധ്യമുണ്ട്
അവൻ ആ കാര്യം അത് ചെയ്തിട്ടുണ്ട് നമുക്ക് കൃത്യമായ ബോധ്യം. അത് മാത്രം പോരാ, അവനാ ചെയ്തത് ദീനിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ ഒരു കാര്യം നമ്മൾ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല, കാഫിറാണെന്ന് വിശ്വസിക്കാനോ വിളിക്കാനോ പറയാനോ പാടില്ല. വിശ്വസിക്കാനോ വിളിക്കാനോ പറയാനോ പാടില്ല. ഇന്നിപ്പോ ആൾക്കാർ ഇഷ്ടം പോലെ തോന്നിയവരൊക്കെ അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ കാഫറാക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ പോകുന്നു. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ പറ്റിയിട്ടല്ല പറയാം, അവരുടെ വിഷയത്തിൽ പലപ്പോഴും സംസാരിക്കില്ല. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ സൗദിയ ഭരണാധികാരി, അവിടുത്തെ ഭരണാധികാരി അയാൾ കാഫറായി പോയിട്ടുണ്ട്, ഇയാൾ കാഫറായി പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംസാരങ്ങൾ വളരെ അപകടം പിടിച്ചതായി. ഒരിക്കലും ഒരു മുസ്ലിം സംസാരിക്കാൻ പാടില്ലാത്ത വളരെ ഗൗരവമുള്ള മേഖലകളിൽപ്പെട്ട കാര്യമാണെന്ത് തക്ഫീറിന്റെ വിഷയം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായി അറിയാം, തെളിവുകൾ അറിയാം, ഇന്ന വിഷയം അള്ളാഹ് പഠിപ്പിച്ചെന്നാൽ കുഫറാണ്, ദീനിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം വ്യക്തമായ വലിയ ശിർക്കാണ്, ദീനിന്ന് പുറത്തു പോകുന്ന ശിർക്ക് എന്ന് നമുക്ക് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാം. അതുമാത്രമല്ല ആ വ്യക്തി അത് നമുക്ക് വ്യക്തമായി അറിയാം, ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി അത് ചെയ്തു. അങ്ങനെ ഒരാളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ രൂപത്തിൽ കണക്കാക്കാൻ പാടുള്ളൂ. അതല്ലാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്നുവെച്ചാൽ എടുത്തു ചാടി നമ്മൾ പറയാനോ ഈ വിഷയത്തിൽ നിൽക്കാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ് കുഫറിന്റെയും തക്ഫീറിന്റെ ഒക്കെ വിഷയങ്ങൾ. അതുപോലെ തന്നെ ഖബർ ശിക്ഷ. ഖബറിൽ ശിക്ഷ ഉണ്ടോ? ഖബറിൽ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഖബർ ഇടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായിട്ടൊന്നും കാണുന്നില്ലല്ലോ, അല്ലേ? നമ്മൾ പലപ്പോഴായിട്ട് ഖബർസ്ഥാന് കുഴിച്ചെടുക്കുക എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഖബറിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഖബറിൽ സുഖസൗകര്യങ്ങളുണ്ടോ? രണ്ടുമുണ്ട്. ശ്രദ്ധിക്കണേ. നമ്മൾ പറഞ്ഞു സഹാബത്തിന് ഈ വിഷയത്തിൽ തർക്കമില്ലാത്ത കാര്യം. എന്നുവെച്ചാൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ ആകുന്നത് വരേക്കും അവന്റെ ഖിയാമത്ത് നാളിൽ അവൻ ഏത് അവസ്ഥയിലേക്കാണോ എത്തിച്ചേരുക അതിന്റെ ഒരു സാമ്പിൾ ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഖബറിലുണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഏതൊരാൾ മരണപ്പെട്ടാലും അവന്റെ ബന്ധുമിത്രാദികൾ അവന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും എന്തുവരും, 2 മലക്കുകൾ വരും. ആ മലക്കുകളുടെ പേരെടുക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകളുടെ പേര് 2 പേരുകൾ എന്താ? പേരുകൾ എന്താ? ഉറക്കം വരുന്നുണ്ടോ? മുൻകറും നക്കീറും. ഈ 2 മലക്കുകൾ വന്നിട്ട് എന്ത് ചെയ്യും, ഈ വ്യക്തിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ എന്താണെന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതിനുള്ള ഉത്തരങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഉത്തരങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട വിഷയം, ആ ജീവിതത്തിൽ നമ്മുടെ ദുനിയാവിയായ ജീവിതത്തിൽ ഉള്ളതുപോലെയല്ല. ബർസഖിയായ ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ജീവിതം. അവിടെ നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചതിനനുസരിച്ചേ നമുക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ ഖബറിൽ വെച്ച് എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ദുനിയാവിൽ നമ്മുടെ റബ്ബ് അള്ളയായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിയേണ്ടതും വിളിക്കേണ്ടതും ചോദിക്കേണ്ടതും അള്ളാഹിനോടായിരിക്കും. അങ്ങനെ അല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ വെച്ച് പറയാൻ കഴിയൂല. അതുപോലെ തന്നെ മാ ദീനുക, നിന്റെ ദീന ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെടാനും വെറുക്കാനും ഒക്കെയുള്ള മാനദണ്ഡം മറ്റു പലതും ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളുകൾ ഇഷ്ടപ്പെടാനും വെറുക്കാനും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാനും വെറുക്കാനും എല്ലാത്തിനും പല മാനദണ്ഡങ്ങൾ ആളുകൾ നിശ്ചയിക്കാറുണ്ട്. നമ്മുടെ മാനദണ്ഡം ദീനല്ലെങ്കിൽ അവിടെ മാ ദീനുക, നിന്റെ ദീന ഏതാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ കഴിയൂല. അതുപോലെ തന്നെ മൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ നിരുപാധികം അനുസരിക്കണം. വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരായി കഴിഞ്ഞാൽ മറ്റുള്ള ഇഷ്ടങ്ങളെ മാറ്റി നിർത്തുന്ന ഒരാളാണെങ്കിലേ എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ വീട്ടുകാരുടെ ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടവും രണ്ടും എതിരായി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് ഇഷ്ടമാണ്, വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടത്തിനത് മാറ്റിയിട്ട് വീട്ടുകാരുടെ ഇഷ്ടത്തിന് മുന്തിക്കണം. ഇങ്ങനെയുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളതെങ്കിൽ അറിയാതെ അബദ്ധങ്ങൾ പറ്റിപ്പോവും, ചിലപ്പോഴൊക്കെ വികാരം അതിജയിക്കും. അതല്ല, നമ്മുടെ സ്ഥിരം നിലപാട് ഇങ്ങനെ തന്നെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല, എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കഴിയൂല.
പക്ഷെ ഇവിടെ എങ്ങനെയാണോ നമ്മുടെ ജീവിതം, അമലെങ്ങനെയാണോ അതുപോലെ അവിടെ നമുക്ക് പറയാൻ കഴിയും. ഇത് പറഞ്ഞാൽ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങൾപ്പെട്ടൊരു പൂങ്കാവനം പോലെ അവന്റെ ഖബറായിത്തീരും. സ്വർഗം, അവന്റെ ഖബർ എന്ത് ചെയ്യും? കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കപ്പെടും. സ്വർഗത്തിന്റെ എന്ത് ചെയ്യും? അവിടെ നിന്നുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കപ്പെടും. എന്നുവെച്ചാൽ സ്വർഗത്തിന്റെ മണം അവിടേക്ക് വീശിയടിക്കപ്പെടും. ഇവൻ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവന് കിട്ടാവുന്ന സുഖസൗകര്യങ്ങൾ ഇവിടുന്ന് പ്രദർശിപ്പിക്കപ്പെടും, കാണിച്ചു കൊടുക്കപ്പെടും. അപ്പൊ ഇവൻ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേക്കും, റബ്ബെ പെട്ടെന്ന് ഖിയാമത്ത് നാളാക്കണേ. കാരണം എന്താ? പെട്ടെന്ന് ഖിയാമത്ത് നാളെ പെട്ടെന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ടാണ്. ഇതേപോലെ നേരെ തിരിച്ചുണ്ട്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ തന്നെ കബർ ഇടുങ്ങിയിട്ടാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നെ എന്ത് ചെയ്യും? എടുക്കപ്പെടും. അവന് രണ്ട് വാരിയെല്ലുകൾ കോർക്കപ്പെടുന്ന, ഇങ്ങനെ വിരലുകൾ കോർക്കപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യും? കബർ വീണ്ടും എടുക്കപ്പെടും. നരകത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കപ്പെടും. അങ്ങനെ നരകത്തിന്റെ ഒരു സാമ്പിള് ശിക്ഷയുണ്ടാവും, അതിന്റെ ദുർഗന്ധം ഉണ്ടാവും, ചൂടുണ്ടാവും. നരകത്തിൽ അവൻ പ്രവേശിച്ചാൽ അതിന് കിട്ടാവുന്ന ശിക്ഷകൾ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ അവൻ പറയും, റബ്ബെ ഒരിക്കലും ഖിയാമത്ത് നാൾ ആക്കരുതെന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ഖബറിൽ ശിക്ഷയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഖബറിൽ ശിക്ഷയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഈ ശിക്ഷയ്ക്കും അനുഗ്രഹത്തിനുമുള്ള മാനദണ്ഡം വളരെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞു സഹാബത്തിന്റെ മാർഗത്തിൽ ആയിരിക്കാന്നുള്ള. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖുബൂറു ഫുസ്സാഖി അഹ്ലി സുന്നത്തി റൗളത്തും മിൻ റിയാദിൽ ജന്ന വഖുബൂറു ഉബ്ബാദി അഹ്ലിൽ ബിദ്അ ഹുഫറും മിൻ ഹുഫറിൻ നീറാൻ. അഹ്ലു സുന്നത്തിൽപ്പെട്ട എന്നുവെച്ചാൽ വൻ തിന്മകളൊക്കെ ചെയ്തു പോയിട്ടുള്ള ആളുകൾ, മോശക്കാരായിട്ടൊക്കെ സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന, എന്നാൽ സഹാബത്തിന്റെ മാർഗത്തിൽ തന്നെയാണ്, സഹാബത്തിന്റെ വിശ്വാസമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങൾപ്പെട്ടൊരു പൂങ്കാവനായിരിക്കും. ശ്രദ്ധിക്കണം. സ്വർഗത്തിന്റെ അഹ്ലുസുന്നത്തിൽപ്പെട്ട വലിയ ആലിമീങ്ങളുടെ ആബിദീങ്ങളുടെ വിഷയമല്ല പറയും. സഹാബത്തിന്റെ വിശ്വാസവും മറ്റെല്ലാ കാര്യം നിലപാടുകളൊക്കെ അതേ നിലപാട്. പക്ഷെ പല തിന്മകളും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ട് അങ്ങനെയുള്ള ഒരാളുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിൽപ്പെട്ടൊരു പൂങ്കാവനായിരിക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി. നേരെ തിരിച്ചു അങ്ങനെ സഹാബത്തിന്റെ മാർഗത്തിൽ എല്ലാത്തരാണ്. സഹാബത്തിന്റെ വിശ്വാസം അല്ല അവന്റെ വിശ്വാസം. സഹാബത്ത് ചെയ്തതുപോലെയുള്ള അല്ല ഇബാദത്തുകളെല്ലാം അവൻ ചെയ്യുന്നത്. ഒക്കെ സഹാബത്തിന്റെ നിലപാടിനെതിരാണെങ്കിൽ അവൻ ഇബാദത്തുകൾ കൊണ്ട് നിറച്ച ജീവിതമാണ് അവന്റെതെങ്കിലും അവന്റെ ഖബർ നരകത്തിന്റെ തീക്കൊണ്ടാരങ്ങൾപ്പെട്ടൊരു തീക്കൊണ്ടാരായിരിക്കും. വളരെ ഗൗരവമുള്ള വിഷയം. സ്വഹാബത്തിന്റെ മാർഗത്തിലായിരിക്കുക എന്നുള്ളത് അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അങ്ങനെ സമയം അതുപോലെ തന്നെ മറ്റ് ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ സഹാബത്തിന്റെ നിലപാടുകൾ, അത് നമുക്ക് ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞിരുന്ന, നമുക്ക് ദീനിന്റെ എല്ലാ മേഖലകളും എല്ലാ നിലപാടുകളും പറയാൻ കഴിയാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത, ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഇരുന്നാൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ മൊത്തത്തിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന വിഷയങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണെന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 3 ചോദ്യങ്ങളെ പറ്റി പറയുമ്പോൾ പറഞ്ഞു, നമ്മളുടെ ഇഷ്ടവും വെറുപ്പും നമ്മളൊരാൾ ഇഷ്ടപ്പെടേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ എനിക്ക് കുടുംബക്കാരനാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്, അല്ലെങ്കിൽ എന്റെ സംഘടനയുള്ള ആളാണ്, അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാരണവും നമ്മൾക്കൊരാളെ കൂടുതൽ ഇഷ്ടപ്പെടാനോ കൂടുതൽ വെറുക്കാനോ കാരണമാകരുത്. സഹാബത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം. നമ്മളൊരാളെ ഇഷ്ടപ്പെടേണ്ടതും വെറുക്കേണ്ടതും ദീനിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. വേറൊരു കാര്യവും മാനദണ്ഡവും നമുക്കൊരാളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നേരത്തെ പറഞ്ഞ മാ ദീനുക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല എന്റെ ദീൻ ഇസ്ലാമാണ്. നമുക്ക് ദീന് മാത്രമേ നമുക്ക്, അത് വ്യക്തികളെ മാത്രമല്ല പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് തൗഹീദിനാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കേണ്ടത് ശിർക്കിനാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. നമ്മുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കോ
ഒരാൾ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യഭിചാരത്തിലോ എന്തെങ്കിലും ഏർപ്പെടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന എന്താ പറയാ ഗൈറത്ത്, ഈർഷ്യ, ദേഷ്യം, വെറുപ്പ് ഇതൊന്നും നമുക്ക് എന്ത് വരുന്നില്ല. നമ്മുടെ കൺമുന്നിൽ ശിർക്ക് നടക്കുമ്പോഴോ കുഫർ നടക്കുമ്പോഴോ ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അതൊക്കെ നമ്മൾ മാറ്റണം, പരിശീലിപ്പിച്ചെടുക്കണം. പക്ഷെ അള്ളയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വെറുത്തത് എന്തിനാണോ അതിനാണ് നമ്മൾ ഏറ്റവും അധികം വെറുക്കുന്നത്. പക്ഷെ ദീനിന്റെ അടിസ്ഥാനത്തിൽ ദീനിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടാനും കൽപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ഉദാഹരണം സഹാബത്തിനെ പറ്റി അള്ളാഹ് പഠിപ്പിച്ചെന്നെന്താ? السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അവരെ പറ്റി പറഞ്ഞത് അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു എന്നാണ്. സഹാബികളെ പറ്റി പറയുമ്പോൾ എന്താ പറയാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹ് അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവരെ പറ്റി തൃപ്തി വേണം. നമ്മുടെ നാട്ടിൽ പല ആളുകൾ സഹാബത്തിനെ ചീത്ത വിളിക്കാറ്. അബൂബക്കറിന് ഉമറൊന്നും ആരും പറയില്ല, കാരണം അതിനുള്ള ധൈര്യമില്ല. പക്ഷെ മറ്റു പല സഹാബികളെയും എന്ത് ചെയ്യാറുണ്ട്? പലതരത്തിലുള്ള ആരോപണങ്ങളും പല വിമർശനങ്ങളും ഉന്നയിക്കാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച്, മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച്, ഇവരൊക്കെ സ്വഹാബികളാണ്. അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അള്ളാഹ് അവരെ പെട്ടാൽ പിന്നെ നമ്മൾ അവരെ വെറുത്താലോ? പാടില്ല, ഒരിക്കലും പാടില്ല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നൊരു കൗമാരൻ സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയെ, ആളുകളെ നമ്മൾ വെറുത്താലോ? നമുക്കങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ നിലപാടിലേക്ക്, അതേ ആശയത്തിലേക്ക് എത്താൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ വെറുക്കുന്നവരെ നമ്മൾ വെറുക്കും, യാതൊരു സംശയം വേണ്ട. നമ്മൾ അവരുടെ കൂടെ കൂടി അല്ലെങ്കിൽ അവരോട് സോപ്പിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കൂല. സ്വഹാബത്തിനോട് ശത്രുത കാണിക്കുന്ന നമ്മുടെ ശത്രുവാണ്, യാതൊരു സംശയം വേണ്ട. സ്വഹാബത്തിനോട് ശത്രുത കാണിക്കുന്ന നമ്മുടെ ശത്രുവാണ്. സ്വഹാബത്തിനെ സ്നേഹിക്കുന്ന, സ്വഹാബത്തിന്റെ മാർഗമാണ് സ്വഹാബത്തിന്റെ മാർഗത്തിൽ അതിന്റെ പിന്തുടർന്നാലേ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള അങ്ങനെയുള്ള ആളുകളാണ് അവരെ നമ്മൾ കൂടെ പിടിക്കും. അവർക്കുള്ള തെറ്റുകൾ നമ്മൾ സൂചിപ്പിച്ചു കൊടുക്കും. അവരോട് വളരെ സ്നേഹത്തിൽ നിന്ന് പെരുമാറും. ഏറ്റവും നല്ല നിലയ്ക്ക് അവരോട് നിൽക്കും. അവർ നമ്മുടെ സഹോദരന്മാരാണ്, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്, നമുക്ക് തീരെ പരിചയമില്ലാത്ത ആളുകളാണ്. ശരി, ഇങ്ങനെയാണ് നമ്മുടെ സ്നേഹം ഉണ്ടാവേണ്ടത്. വേറൊരു അടിസ്ഥാനത്തിൽ നമ്മുടെ സ്നേഹം നിശ്ചയിക്കാൻ പാടില്ല, കൂടാനും കുറയാനും പാടില്ല. അപ്പൊ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ട ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ, ഇതിനെ ദീൻ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ട്, എത്ര അളവ് ഇഷ്ടപ്പെടും അത്രയും നമ്മൾ ഇഷ്ടപ്പെടാം. ദീൻ എത്രത്തോളം വെറുത്തിട്ടുണ്ടോ, എത്രത്തോളം മോശമാണ് പഠിപ്പിച്ചോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക? അതിന് വെറുക്കുക. വേറൊരു മാനദണ്ഡം നമുക്ക് ഇഷ്ടപ്പെടാനും വെറുക്കാനും ഉണ്ടാവാൻ പാടില്ല. ഇത് സഹാബത്തിന്റെ ഇജ്മാ ഉള്ള, അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമെ സംബന്ധിച്ച് നബിമാരിൽപ്പെട്ട ഒരു നബിയാണ് ആര്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൊട്ട് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട റസൂലാണ് ഈസാ അലൈഹിസ്സലാം. പറഞ്ഞു വന്നത് സഹാബത്തിന്റെ നിലപാടുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഉദാഹരണമായിട്ട് പറയാവുന്ന മറ്റൊരു നിലപാടാണ് ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് എന്തൊക്കെ അറിയുന്ന കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൊട്ട് മുമ്പായി ഏകദേശം 600 വർഷത്തോളം കാലഘട്ടത്തിനിടയിൽ അവതരിപ്പിക്കപ്പെട്ട റസൂലാണ്. ബനൂ ഇസ്രായേലുകാരിലേക്ക് അയക്കപ്പെട്ട റസൂലായിരുന്നു ഈസാ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജനനം മറ്റുള്ള ആളുകളുടെ ജനനം പോലെ അല്ലാത്തത് കൊണ്ട് തന്നെ പല നിലപാടുകളാണ് ആ വിഷയത്തിൽ ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലാണ്, ഒരിക്കലും എന്തല്ല, അള്ളാഹുവിന്റെ മകനല്ല, അള്ളാഹുവിന്റെ പുത്രനല്ല. അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചോ വ്യക്തിയെ സംബന്ധിച്ചോ പറയുന്നത്
അത്രയ്ക്ക് വൃത്തികെട്ട വാക്കാണ്, വളരെ ഗുരുതരമായ വാക്കാണ്. ഖുർആനിൽ പറഞ്ഞ തകാദു സമാവാതു യതഫത്തർന വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഅഉ ലിർറഹ്മാനി വലദ. അല്ലാഹ് റഹ്മാനായ റബ്ബിന് പുത്രനുണ്ട്, മകനുണ്ട് എന്ന് പറഞ്ഞ കാരണത്താൽ പർവ്വതങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട്, ഭൂമി വിണ്ട് കീറാറായിട്ടുണ്ട്, ആകാശം പൊട്ടിപ്പൊളിയാറായിട്ടുണ്ട്. അത്ര ഗൗരവമുള്ള വാക്കാണ്, അത്ര ഗൗരവമുള്ളൊരു തിന്മയാണെന്ത് അള്ളാഹ്ക്ക് മകനുണ്ട് എന്നുള്ളത്, അള്ളാഹുവിന് പുത്രനുണ്ട്. ആ പുത്രൻ ജനിച്ചു എന്ന് പറയുന്ന ദിവസത്തിൽ എങ്ങനെ ഒരു മുസ്ലിമിന് സന്തോഷിക്കാൻ സാധിക്കുക, ആഘോഷിക്കാൻ സാധിക്കുക, ആശംസകൾ നേരാൻ സാധിക്കുക? ഒരിക്കലും വളരെ ഗുരുതരമായ തിന്മയാണ്. ഖുർആൻ അവതരിപ്പിച്ചതിന് ലക്ഷ്യമായിട്ട് സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതുന്നല്ലേ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തുടക്കത്തിൽ അള്ളാഹു ഖുർആൻ ഇറക്കിയ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് എന്താ? ഇങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല വലദിനെ എന്നുവെച്ചാൽ സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ട് ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യമായിട്ട് പറയണമെങ്കിൽ അത്ര ഗൗരവമുള്ള തിന്മയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു നല്ലൊരു ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ, ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ വേറൊരുത്തൻ ഏതോ ഒരു നാട്ടിൽ നിന്ന് ഏതോ ഒരു കുട്ടിനെയും കൊണ്ടുവന്നിട്ട് പറയണം ഇത് നിങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദേഷ്യം ഉണ്ടാവും? നിങ്ങളുടെ സ്വന്തത്തെ പറ്റി ആലോചിച്ച് നോക്കുക, എത്ര ദേഷ്യം വരും? ഇത് ആരെ പറ്റി പറയുന്നത്? ആരിലേക്കാ ചേർത്ത് പറയുന്നത്? അള്ളാഹുലേക്ക്, റബ്ബുൽ ആലമീനിലേക്ക്. എത്ര ഗുരുതരമായ തിന്മയാണത്. ഒരിക്കലും എന്തല്ല, അള്ളാഹുവിന്റെ പുത്രനല്ല. അള്ളാഹുവിന്റെ പുത്രന് ആവശ്യമുണ്ടോ? എന്താവശ്യം? എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന റബ്ബിന് പിന്നെന്തിനാ ഒരു പുത്രന്റെ ആവശ്യം? എന്തിനാ? എന്തെങ്കിലും പ്രത്യേകം എന്ത് ഹിക്മത്താ ഉള്ളത്? എന്ത് ലോജിക്കാ ഉള്ളത്? ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ പറയാൻ. അവരുടെ പുരോഹിതന്മാർക്ക് പോക്കറ്റിൽ പൈസ നിറയ്ക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് അത്. ജൂതന്മാരും പറഞ്ഞിട്ടുണ്ട്, വകാലത്തിൽ യഹൂദ് ഉസൈറുൻ ഇബ്നുള്ള, ഉസൈർ അള്ളാഹിന്റെ മകനാണ്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ചേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവരോട് പലതും നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പല തന്ത്രങ്ങളുടെ ഭാഗമാണതൊക്കെ. അപ്പോ ഈസാ അലൈഹിസ്സലാം സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്ജിസത്താണ്. എന്നുവെച്ചാൽ ഉപ്പയില്ലാതെ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, നാട്ടിലൊക്കെ വളരെ മോശപ്പെട്ടൊരു കാര്യം, അറിയപ്പെടുന്ന കാര്യം. ആ സ്ത്രീയെ വ്യഭിചാരത്തിലേക്ക് ചേർത്തി പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറ്. പക്ഷേ അങ്ങനെ ചേർത്തി പറഞ്ഞിട്ടുണ്ട് ജൂതന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് വ്യഭിചാര സന്തതിയാണ്. ആരെ? ഈസാ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകൂ എന്ന് കൽപ്പിച്ച ആ കൽപ്പന, അത് ജിബ്രീൽ അലൈഹിസ്സലാം അത് മറിയമിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും അത് ആ ഒരു കൽപ്പന അത് മറിയമിലേക്ക് ഇട്ടുകൊടുക്കുകയും അത് റൂഹായി അതങ്ങനെ മറിയമിന്റെ വയറ്റിൽ വളരുകയും അത് കുട്ടിയായി ജനിക്കുകയും ചെയ്ത. അല്ലാതെ മറിയം അലൈഹിസ്സലാം അതിവ്രതയാണ്. ഒരു പുരുഷൻ എന്ത് ചെയ്തിട്ടില്ല, അവരെ സ്പർശിച്ചിട്ട് പോലുമില്ല തെറ്റായ രൂപത്തിൽ. ഈ ഒരു വിശ്വാസം നമുക്കൊക്കെ അറിയുന്ന വിശ്വാസമാണ്. അതുപോലെ തന്നെ മറ്റു മതങ്ങളെ സംബന്ധിച്ച് അല്ലേ, ഒരുപാട് മതങ്ങളുണ്ടല്ലോ. നമ്മൾ ഇസ്ലാമിക രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത്, ഒരുപാട് മതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ മതങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നിലപാടെന്താ? സ്വഹാബത്തിന്റെ നിലപാടെന്തായിരുന്നു? പല ആളുകളും പറയുന്നത് കുറെ പുഴകൾ ചേർന്ന് എല്ലാം ഒരു കടലിലേക്ക് എത്തുന്നത് പോലെ എല്ലാം നന്മയിലേക്കുള്ള, എല്ലാം സ്വർഗത്തിലേക്കുള്ള വഴികളാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളരെ നമ്മുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ചില പകർപ്പ് എന്നുവെച്ചാൽ കലർപ്പില്ലാത്ത, അതിന്റെ തെളിവ് എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊന്നും കടത്തിക്കൂട്ടി, നമുക്കറിയാം എല്ലാ വേദഗ്രന്ഥങ്ങളും കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ അല്ലാത്ത എല്ലാത്തിലും കലർപ്പുകളും കടന്നു വന്നിട്ടുണ്ട്, പലതും കൂട്ടിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ കലർപ്പില്ലാത്ത എന്തോ ഒരു ഭാഗം ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയിട്ട് തൗറാത്തിന്റെ സന്തോഷത്തിൽ ഓടി വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് വായിക്കാൻ. ശ്രദ്ധിക്കണേ, തൗറാത്ത് അല്ലാഹുവിന്റെ കലാമാണ്, വേദഗ്രന്ഥമാണ്. കലർപ്പില്ലാത്ത ഭാഗമാണ് വായിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തിൽ സ്വീകരിക്കല്ല ചെയ്തത്, ദേഷ്യം കൊണ്ട് മുഖം ചുവക്കാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കണ്ടിട്ട് ഉമർ തന്നെ വായന നിർത്തി. അത്രയധികം ദേഷ്യം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ടെന്നറിയോ?
ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ എങ്ങാനും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ വേറെ നിവൃത്തിയില്ല, സ്വർഗത്ത് പോകാൻ പറ്റൂല, കഴിയൂല. പിന്നെങ്ങനെ ബാക്കിയുള്ളവർക്ക് പറ്റൂല. അത് അള്ളാഹ് നിശ്ചയിച്ച നിയമമാണ്. അതുകൊണ്ടല്ലേ അവസാന കാലത്ത് ദജ്ജാലിനെ കൊല്ലാൻ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ഈസാ അലൈഹിസ്സലാം ഇഞ്ചീൽ അനുസരിച്ചിട്ടല്ല ജീവിക്കുക, ഖുർആൻ അനുസരിച്ചിട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചിട്ടാണ്. എന്തുകൊണ്ടാ? അദ്ദേഹത്തിനല്ലേ ഇഞ്ചീൽ ഇറക്കപ്പെട്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വേദഗ്രന്ഥത്തിനുള്ള പ്രസക്തിയില്ല, ഒരു നബിക്കുള്ള പ്രസക്തിയില്ല. ഇത് നമ്മൾ വെറുതെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമി ആയതുകൊണ്ട് പറയുന്നല്ല, നമ്മുടെ പക്ഷം പിടിച്ച് പക്ഷപാതിത്വം കൊണ്ട് പറയുന്നല്ല. ഇത് അള്ളാഹുവിന്റെ നിയമം. ഈ നിയമം ഓരോ നബിമാരും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം ഈ നിയമം ജൂതന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, തൗറാത്തിന്റെ അനുയായികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈസ അലൈഹിസ്സലാം ഈ നിയമം ഇഞ്ചീലിന്റെ അനുയായികൾ പഠിപ്പിച്ചു കൊടുത്തു. ഓരോ നബിമാർക്കും അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള നിയമമാണെന്ത്? ഇങ്ങനൊരു റസൂൽ, മുഹമ്മദ് എന്ന പേരുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു റസൂൽ അയക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റസൂലിനെ പിൻപറ്റാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു അടിസ്ഥാനം എന്നുള്ളത് സഹാബത്തിന്റെ ഏകാഭിപ്രായമുള്ള തർക്കമില്ലാത്ത ഒരു നിലപാടാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് നമ്മൾ പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടതിന് ശേഷം മറ്റൊരു മതക്കാരനും ഇനിയിപ്പോൾ ഒരാൾ പറയണം ഞാൻ തൗറാത്ത് അങ്ങനെ തന്നെ കലർപ്പില്ലാത്ത തൗറാത്ത് കൃത്യമായി അനുസരിച്ച് മൂസ അലൈഹി സ്വലാം ജീവിച്ചതുപോലെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പറഞ്ഞാലും അവന് വേറെ നിവൃത്തിയില്ല നബി സ്വല്ലല്ലാഹു പിൻപറ്റാതെ, എന്നാലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹാബത്തിന്റെ മറ്റൊരു നിലപാടാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് ഓരോരുത്തർക്കും ബാധകമാണ്. ഓരോരുത്തർക്കും എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്നൊരാൾക്ക്, ഇന്നൊരു ഷെയ്ഖിന് അല്ലെങ്കിൽ ഇന്നൊരു വലിയന്, ആ വലിയന് ഹറാമുകളൊന്നുമില്ല എന്നുവെച്ചാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനകൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതില്ല, പാലിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ പല വലിയമാർക്കും അല്ലെങ്കിൽ ഷെയ്ഖുനമാർക്കും എന്നൊക്കെ വിളിക്കപ്പെടുന്ന പല ആളുകൾക്കും അവരെ പറ്റി അവരുടെ പിൻഗാമി അല്ലെങ്കിൽ അവരുടെ അനുയായികൾ എഴുതുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല. ഞങ്ങളുടെ ഷെയ്ഖിന റമദാനിൽ നോമ്പെടുക്കാറില്ല. ശ്രദ്ധിക്കണം, റമദാനിൽ നോമ്പെടുക്കാറില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെന്ത് ചെയ്യാറുണ്ട്, നോമ്പ് തുറപ്പിക്ക് കൂടി ചെയ്യാറുണ്ട്. ആര്? എന്താ അവരങ്ങനെ പറയാൻ കാരണം? അവർ മോശപ്പെട്ട കാര്യമായിട്ട് പറയുന്നല്ല, അവരുടെ ഗ്രന്ഥത്തിൽ മദ്ഹായിക്കൊണ്ട് പറയാം ഷെയ്ഖുനെ പറ്റി. എന്താണ് പറയാൻ കാരണം? അവർ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഷെയ്ഖുന വലിയ, ഞങ്ങളുടെ ഷെയ്ഖുന വലിയ. അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്ത് വരൂല, അവന് പിന്നൊന്നും വാജിബല്ല, നിസ്കരിക്കേണ്ടതില്ല, നോമ്പെടുക്കേണ്ടതില്ല, പിന്നുള്ള കാര്യങ്ങൾ ഹറാമൊന്നും ഹറാമില്ല, വ്യഭിചാരം എന്ത് വേണം ചെയ്യാം, ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പിന്നെ അവൻ എന്ത് ചെയ്യില്ല, ബാധകമല്ല. ഈ ഒരു വിശ്വാസം ഒരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിന്ന് പുറത്തു പോകുന്നുള്ളത് സ്വഹാബത്തിന്റെ തർക്കമില്ലാത്ത കാര്യം. നമ്മൾ നിസ്കാരം ഒഴിവാക്കുന്നില്ല, നമ്മൾ നോമ്പ്, നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്നൊരു ഷെയ്ഖിന്, ഇന്നൊരു വലിയന് അയാൾക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അവൻ ദീനിന്ന് പുറത്തു പോകുന്നുള്ളത് സ്വഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത കാര്യം. പക്ഷെ പിന്നെ അവൻ മുസ്ലിം അല്ല. ഇത് സ്വഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. സ്വഹാബത്തിനിടയിൽ തർക്കം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആരാ? അബൂബക്കർ ഉമറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് നബിമാര് കഴിഞ്ഞാൽ എല്ലാ നബിമാരും ആദം അലൈഹി ഇസ്ലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ നബിമാരും അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികൾ അബൂബക്കർ ഉമറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചാൽ വലിയമാരിൽ ഔലിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഇവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണത്തിന് തൊട്ടു മുമ്പ് വരെ ഏതെങ്കിലും ഒരു നിസ്കാരം ഒഴിവാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ സാധിക്കൂല. ഏതെങ്കിലും ഒരു ഹറാമ് ഹലാലാണെന്ന് വിശ്വസിച്ച് ചെയ്താൽ കാണാൻ സാധിക്കുമോ? ഓരോ ആളുകൾക്കും എത്ര വലിയ ആയിക്കോട്ടെ, എത്ര വലിയ ഇമാമായിക്കോട്ടെ, എത്ര വലിയ ഷെയ്ഖായിക്കോട്ടെ,
അവർക്ക് മരിക്കും വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ വിടാതെ മുറുകെ പിടിക്കൽ നിർബന്ധം. അങ്ങനെ അല്ലാത്തൊരു വിശ്വാസം വിശ്വസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നുള്ളത് സ്വഹാബത്തിന്റെ തർക്കമില്ലാത്ത നിലപാട്. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണെന്ത്, ഇതിനോട് കാര്യങ്ങൾ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. ജിഹാദിന്റെ വിഷയം. പലർക്കും ജിഹാദ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്, പറയാൻ മറ്റുള്ള ആളുകളോട് സംസാരിക്കാനും പേടിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ദീനിൽ ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത് വിശ്വാസം പഠിപ്പിച്ചെന്നത് വിറുവത്ത് സനാമിൽ ഇസ്ലാമാണ്. ഇസ്ലാം ഒരു ഒട്ടകമാണെങ്കിൽ ആ ഒട്ടകത്തിന്റെ പൂന, ആ പൂനയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണെന്ത്? ജിഹാദ്. പക്ഷെ ദീനിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം എന്തിനുള്ളത്? ജിഹാദിനുള്ളത്. പക്ഷെ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ മറ്റ് നാടുകളിലൊക്കെ ഒരുപാട് തീവ്രവാദ സംഘടനകൾ, ISIS ആയിക്കോട്ടെ അല്ലെ അൽ ഖായിദ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾ അവരുടേതായിട്ടുള്ള തെറ്റായ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ട് ജിഹാദ് എന്നുള്ളത് എന്തോ വൃത്തികെട്ട മോശപ്പെട്ട കാര്യമാക്കിയിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. ശരിക്കും ദീനുൽ ഇസ്ലാമിൽ ജിഹാദ് വളരെ, നമ്മളിപ്പോ നിസ്കാരം ഒരു ഇബാദത്തല്ലേ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് തോന്നിയ പോലെ നിസ്കരിച്ചാലോ? നമുക്ക് തോന്നിയ പോലെ നമ്മൾ നിസ്കരിക്കാം. അള്ളാഹ് നിസ്കാരം ഇഷ്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ് നിസ്കാരം എന്നും പറഞ്ഞിട്ട് നമുക്ക് തോന്നിയ പോലെ കുറെ നിസ്കരിച്ചാൽ ആ നിസ്കാരം റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല, അത് നിസ്കാരമായി പരിഗണിക്കൂല. ഇതേപോലെ തന്നെയാണ് ജിഹാദ്. അത് അതിൻ്റെതായ നിബന്ധനകളുണ്ട്. അതൊന്നും ആരും പഠിക്കൂല, ചർച്ച ചെയ്യൂല. ചില ആളുകൾ ജിഹാദ് തന്നെ ഇല്ല എന്ന് പറഞ്ഞു കളയും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ഖുർആൻ ജിഹാദിന്റെ ആയത്തുകൾ കാണും. അപ്പൊ ആൾക്കാർ ഇവരിങ്ങനെ ഇല്ല എന്ന് പറയും, അപ്പൊ ഇവര് ശരിയല്ല എന്ന് പറഞ്ഞ് ഇവർ നേരെ എന്ത് ചെയ്യും? എവിടേക്ക് എത്തുക? തീവ്രവാദ സംഘടനകളിലേക്ക് എത്തുക. ആളുകൾ തീവ്രവാദത്തിലേക്ക് എത്തിപ്പോകുന്നതിന് പരിഹാരമായിട്ട് ജിഹാദിനെ പറ്റി മിണ്ടാതിരുന്നാൽ എത്തിപ്പോവാതിരിക്കുന്നത് അത് തടസ്സാവുന്നില്ല, സ്റ്റോപ്പാവുന്നില്ല. അതിന് പരിഹാരം ശരിയായ ദീനുൽ ഇസ്ലാം നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലാണ്. അപ്പൊ അത് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇയാൾ അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ISIS ഇതൊക്കെ തീവ്രവാദ സംഘടനയാണ്, അവർ ജിഹാദിന് ഇന്ന നിയമങ്ങൾ പാലിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇന്ന നിബന്ധനകൾ അവരിവിടെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തല്ല ഇവരീ പറയുന്ന കാണിച്ചു കൂട്ടുന്നൊന്നും എന്തല്ല ജിഹാദല്ല എന്ന് മനസ്സിലാവും. അങ്ങനെ സാധിക്കുള്ളൂ. എന്നുവെച്ചാൽ വെളിച്ചം പ്രചരിപ്പിക്കുമ്പോഴേ ഇരുട്ട് നീങ്ങുള്ളൂ. ദീനം എത്തിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? അവിടെ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ, അബദ്ധധാരണകൾ, തെറ്റിദ്ധാരണകൾ നീങ്ങിപ്പോവുള്ളൂ. അല്ല നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ, പഠിപ്പിക്കാതിരുന്നതിന് പറയാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? തെറ്റിദ്ധാരണ സമൂഹത്തിൽ നീങ്ങൂല. പറയണം, പഠിപ്പിക്കണം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, അവസാനിപ്പിക്കാം. ഖുർആനും സുന്നത്തും. നമുക്കൊരു ഖുർആന്റെ ആയത്ത് വന്നെത്തി കിട്ടാൻ, അല്ലെങ്കിൽ ഒരു സഹീഹായ ഹദീസ് നമുക്ക് വന്നെത്തി കിട്ടാൻ, ഈ ആയത്തിനോട് ഹദീസിനോട് നമുക്കുള്ള നിലപാട് എന്തായിരിക്കണം? അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിലേക്ക് ദീനിൻ്റെതായ ഒരു കാര്യം ഖുർആന്റെ ആയത്തോ സഹീഹായ ഹദീസോ വന്നെത്തി പറഞ്ഞ് അവസാനിപ്പിക്കണം. അത് അവസാനത്തെ വിഷയം. നമുക്ക് വന്നെത്തി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട്, ആ ആയത്തിനോട് അല്ലെങ്കിൽ ആ സഹീഹായ ഹദീസിനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? സ്വഹാബത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്ത്? സമഅന വഅതഅന, കേട്ടു, അനുസരിച്ചു. ഇത്രേ പാടുള്ളൂ. നമുക്ക് എന്തന്വേഷിക്കാം, എന്ത് പഠിക്കാം, എന്തിനെപ്പറ്റി ചർച്ച ചെയ്യാം? ഇത് സ്വഹീഹാണോ? അല്ലെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണോ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ ഈ ഹദീസ് അനുസരിച്ച് സ്വഹാബത്ത് ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്ക് ചെയ്യാം എന്നല്ലാതെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് നടക്കുക, അങ്ങനെ വിശ്വസിക്കുക, അതുപോലെ ചെയ്യാന്നല്ലാതെ പിന്നെ അത് സയൻസിന്റെ തിയറിക്കെതിരാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് അത് എന്താ പറയാ, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയ്ക്കെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബിനെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയത്തെ സിസ്റ്റത്തിനെതിരാണ്, ഇങ്ങനെ ഒരു ന്യായവും നമുക്ക് പറയാൻ പാടില്ല മുസ്ലിം ആണെങ്കിൽ. ഒരു കാര്യം ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഉദാഹരണം നമ്മുടെ മനസ്സിൽ നമ്മൾ എടുത്തു വെക്കേണ്ട, നമ്മുടെ മനസ്സിൽ കൊത്തി വെക്കേണ്ട ഒരു സംഭവം, നടന്ന സംഭവം നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ വിളിപ്പേരെന്താ? അബൂബക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ ഒരു പേരും പറയും, എന്താണ്? സിദ്ദീഖ്. എങ്ങനെയാ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത്? ആ ഒരു സംഭവമാണ് പറയുന്നത്. അത് ഈ വിഷയത്തിലുള്ളതാണ്. ഖുർആനോട് സുന്നത്തിനോട് നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത്. എന്താണ് സംഭവം? ഇസ്രാ മിഅ്റാജ് എന്നുള്ള സംഭവം നമുക്കറിയാം. മക്കയിൽ നിന്ന്
മസ്ജിദുൽ ഹറാമിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിക്കുകയും അവിടെ നിന്ന് 7-ാം ആകാശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി പോവുകയും അവിടെ തിരിച്ചു വരികയും അതേ രാത്രി തന്നെ തിരിച്ച് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത സംഭവം. ഇതാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണേ, ഇന്നത്തെ കാലത്ത് സൂപ്പർ സോണിക് വിമാനങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത്? ഇതാണ് അന്നത്തെ കാലത്ത് പറയുന്നത്, 6-ാം നൂറ്റാണ്ടിൽ. അന്നത് പറഞ്ഞപ്പോ മുശ്രിക്കീങ്ങൾക്ക് ഒരു ആഘോഷമായിരുന്നു. എന്നുവെച്ചാൽ മുഹമ്മദ് എന്തൊരു വലിയ മണ്ടത്തരാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇത് പറഞ്ഞിട്ട് ആളുകളെ ദീനിൽ പിന്തിരിപ്പിക്കാലോ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ആളുകൾ മുശ്രിക്കീങ്ങൾ ഈ വാർത്തയും പറഞ്ഞ് എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ് സന്തോഷത്തിൽ. അങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ മക്കയിൽ ആരുണ്ടായിരുന്നില്ല ഈ ദിവസം? അബൂബക്കർ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ പുറത്തെന്തോ കച്ചവടത്തിന് എന്തൊരു ആവശ്യത്തിന് പുറത്തു പോയിട്ട് മക്കയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ സംഘം അവരെ കാണുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പൊ ഇവർ സന്തോഷത്തോടുകൂടി അബൂബക്കറിനെ ഇന്ന് മുഹമ്മദിന്റെ ദീൻ തെറ്റിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് സംസാരിക്കുകയാണ് അബൂബക്കറിനോട്. അബൂബക്കറെ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് വല്ല പിടുത്തുണ്ടോ? അബൂബക്കർ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. എന്താണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ. ഒറ്റ രാത്രി കൊണ്ട് മക്കീന് അവിടെ പോയത്രേ, ഫലസ്തീനിൽ പോയി, അവിടെ തിരിച്ചിങ്ങോട്ടും വന്നത്രേ. എന്ന് മാത്രമല്ല അവിടെ നിന്ന് ആകാശത്തേക്ക് 7 ആകാശത്തേക്ക് കയറിപ്പോയി എന്നൊക്കെയാണല്ലോ നിന്റെ കൂട്ടുകാരൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ ഞാൻ തിരിച്ചു പറഞ്ഞത് ഒറ്റ വാക്കാണ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്ത് ചോദിക്കുന്നത്? മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇൻകാന ഖദ് ഖാലഹു ഫഖദ് സദഖ്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. വേറൊരു വർത്താനില്ല അവിടെ, വേറൊന്നും അവിടെ ചോദിക്കുന്നില്ല. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് സത്യമാണ്. ഈ ഒരു നിലപാട് ദീനിന്റെ ഓരോ ആയത്തുകൾ നമ്മളിലേക്ക് എത്തുമ്പോഴും സ്വഹിയായ ഓരോ ഹദീസുകൾ നമ്മളിലേക്ക് എത്തുമ്പോഴും നമ്മുടെ നിലപാടിലായിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പല സംഭവങ്ങളും പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഒരു വിഷയം പറയണം, ഒരു പശു സംസാരിച്ച വിഷയം പറയണം. സഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു, പശു സംസാരിക്കേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പശു സംസാരിച്ചു, ഞാനും വിശ്വസിച്ചു, അബൂബക്കറും വിശ്വസിച്ചു, ഉമറും വിശ്വസിച്ചു. അവിടെ അബൂബക്കർ ഉമറും ഇല്ല. ശ്രദ്ധിക്കണേ, അത് പറയുമ്പോൾ അബൂബക്കർ ഉമർ അവിടെ ഇല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം എങ്ങനെയാ? പശു സംസാരിച്ചു എന്ന് ഞാനും വിശ്വസിക്കുന്നു, അബൂബക്കറും വിശ്വസിക്കുന്നു, ഉമറും വിശ്വസിക്കുന്നു. എന്താണ് പറയാൻ കാരണം? അവരത് കേട്ടാൽ അവർക്ക് വേറെ നിലപാടില്ല, അവരത് ഉറപ്പായും അംഗീകരിക്കും, വിശ്വസിക്കും. ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. ഈ പറഞ്ഞതൊക്കെ ഉദാഹരണങ്ങൾ മാത്രം, നമുക്ക് ആ ഒരു നിലപാടിന്റെ ഒരു ആകത്തുക കിട്ടാൻ, ഒരു മൊത്തത്തിലൊരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരുപാട് നിലപാടുകൾ അവരുടെ ജീവിതത്തിലുണ്ട്, സഹാബത്തിന്റെ ജീവിതത്തിൽ. അത് നമ്മൾ പഠിക്കുകയും അങ്ങനെ നമ്മുടെ വിശ്വാസവും നിലപാടുകളും ആക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രം. നേരത്തെ പറഞ്ഞു, നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകണമെങ്കിൽ സഹാബത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കാതെ വേറൊരു നിവൃത്തിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്, അള്ളാഹുവിന്റെ വാക്കാണ്. സ്വർഗനരകങ്ങളുടെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിൽ പോവാതെ പ്രവേശിക്കാൻ ഒരേ ഒരു വഴിയെ ആ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളൂ, അത് സ്വഹാബത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പഠിക്കണം, അന്വേഷിക്കണം. നമുക്കറിയില്ലെങ്കിൽ അറിയുന്നവർ ചോദിക്കണം. ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? എൻ്റെ ഭാര്യ മുഖം മറക്കേണ്ടതില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പർദ്ദ ധരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിഷയത്തിൽ സ്വഹാബത്തിന്റെ നിലപാട്, ഇങ്ങനെ ഓരോന്നിനും ചോദിക്കാം. അപ്പൊ ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ നിലപാട് ഇങ്ങനെയായിരുന്നു. അവരിങ്ങനെ മുഖം മറച്ചിരുന്നു, ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെ ഷേപ്പും പുറത്ത് കാണാത്ത വസ്ത്രം, ലൂസായ വസ്ത്രം അവർ ധരിച്ചിരുന്നു, ആകർഷണീയമല്ലാത്ത നിറങ്ങളാണ് തിരഞ്ഞത്. ഇങ്ങനെ ഓരോ നിലപാടും നമുക്ക് കിട്ടും. അങ്ങനെ ആ നിലപാടിലേക്ക് നമ്മൾ മാറി വരിക. വിശ്വാസ കാര്യങ്ങൾ അങ്ങനെ തന്നെ, സ്വഭാവ മര്യാദകൾ പോലും ഓരോന്നിലും നമുക്ക് വ്യക്തമായ നിലപാടുകൾ അവരിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ചിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ട് അല്ലാതെ കണ്ടിട്ടില്ല എന്ന് പല സ്വഹാബത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഓരോ വിഷയത്തിലും നമുക്കങ്ങനെ A to Z സ്വഹാബത്തിന്റെ നിലപാടുകൾ ചോദിച്ചറിയുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം. ചിലപ്പോൾ നമ്മൾ പല മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, മടിച്ചു നിൽക്കരുത്. മാറ്റങ്ങൾ വരുത്തണം. എന്റെ നിലപാട് സ്വഹാബത്തിന്റെ നിലപാടെല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ മാറ്റണം. അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. നമുക്ക് നരകത്തിന് രക്ഷപ്പെടാൻ വേറൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. വിശ്വാസമാണെങ്കിൽ അത് മാറ്റണം. ഉപ്പപ്പന്മാരുടെ വിശ്വാസം ചിലപ്പോൾ പല വ്യത്യാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇബാദത്തുകൾ പല വ്യത്യാസങ്ങളുണ്ടാവും, പല ചടങ്ങുകളും പല ആചാരങ്ങളും പല വ്യത്യാസങ്ങളുണ്ടാവും. മാറ്റണം, മാറ്റാതെ പറ്റൂല.
അപ്പോൾ അങ്ങനെ പഠിക്കുകയും അറിയുകയും അങ്ങനെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത് സ്വഹാബത്തിന്റെ നിലപാടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ആവാൻ ശ്രമിക്കുക, അറിവിന്റെയും കഴിവിന്റെയും പരമാവധി. അങ്ങനെ ആ രൂപത്തിൽ തന്നെ മരണപ്പെടുക. ഉദ്ഖുലൂ ഫി സിൽമി കാഫ എന്നുള്ള പഠിപ്പിച്ചാണ്. അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കാൻ പഠിപ്പിച്ചെന്നാൽ പൂർണ്ണമായിട്ട് ഓരോ നിലപാടുകൾ സ്വഹാബത്തിനെ പോലാക്കാം. അങ്ങനെ ആയി മരണപ്പെടാൻ നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ഓരോരുത്തരും ആ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.